മലയാള സിനിമയിൽ പരദൂഷണത്തിന് നല്ല മാർക്കറ്റാണ്. പ്രത്യേകിച്ച് മോഹൻലാലിനെ പറ്റി അല്പം പരദൂഷണം പറഞ്ഞു കഴിഞ്ഞാൽ അല്പം റീച്ചൊക്കെ കയറും അല്ലേ? അത് തന്നെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞ് അതിലൂടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളുണ്ട്. അവരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രതിച്ഛായ എന്ന ചിത്രത്തിൻ്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ മുഖ്യ അതിഥിയായിട്ട് അവിടെ എത്തുന്നത്. നിവിൻ പോളിയാണ് അതിലെ നായകനായിട്ട് വരുന്നത്. ഗോകുലം മൂവീസാണ് ആ ചിത്രം നിർമ്മിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണനാണ് ഇത് സംവിധാനം ചെയ്യുന്നത്. റെഡ് ഷർട്ടും ഒക്കെ ഇട്ട് ലാലേട്ടൻ ആ വേദി അങ്ങ് കൈയടക്കി എന്ന് തന്നെ നമുക്ക് മനസ്സിലാകും. നിവിൻ പോളിയും ലാലേട്ടനും തമ്മിലുള്ള ആ സംസാരവും ആ ചിരിയൊക്കെ പെട്ടെന്ന് വൈറലാകുകയും ചെയ്യും. ഇത് കണ്ട് അസൂയ മൂത്തിട്ടാണോ ചിലർക്ക് കുരുകൂട്ടി തുടങ്ങി. അസൂയയ്ക്കും കുശുമ്പിനും മരുന്നില്ലല്ലോ. അത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ലാലേട്ടൻ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ നമ്മുടെ FN സ്വാമിയെ അപമാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പടച്ചുവിടാൻ ഇവർ തയ്യാറായി. അതിന് കാരണമായിട്ട് പറയുന്നത് ലാലേട്ടൻ FN സ്വാമിയെ തെള്ളി മാറ്റിയെന്നും പിടിച്ചു മാറ്റിയെന്നും അപമാനിക്കുന്ന രീതി പെരുമാറിയെന്നും ഒക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ മോഹൻലാലിനെ മോഹൻലാലാക്കിയത് FN സ്വാമിയല്ലേ? 20-ാം നൂറ്റാണ്ട് സാഗർ ADF ജാക്കിയെയും CBI ഡയറക്കുറിപ്പിലെ സേതുരാമയ്യരെയൊക്കെ സൃഷ്ടിച്ച FN സ്വാമിയോട് ലാലേട്ടൻ അപമര്യാദയായി പെരുമാറി എന്നാണ് പറയുന്നത്. ഇതിനിടയിൽ തരുമൂർത്തി ആയിരുന്നെങ്കിൽ ലാലേട്ടൻ സ്നേഹപൂർവ്വം പെരുമാറത്തില്ലേ എന്നുള്ള ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട്. വേറെ ഒന്നും വേണ്ടായല്ലോ. ലാലേട്ടനെ പറ്റി ഒരു നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് സോഷ്യൽ മീഡിയ അങ്ങ് അലക്കി വെളുപ്പിക്കും അല്ലേ? കാരണം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്ന ആൾക്കാരുടെ എണ്ണം കൂടും. ഇതുതന്നെയാണ് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യം എന്ന് ഏകദേശം ഉറപ്പാണ്. ഏതായാലും ആ ദൃശ്യങ്ങൾ നമ്മളൊന്ന് കാണാം. ഞാൻ മോഹൻലാൽ ആരാധകരായതുകൊണ്ട് ചിലവർക്കൊക്കെ ഒരു തോന്നലുണ്ടാകും ഞാൻ മോഹൻലാലിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്നുള്ളത്. ഏതായാലും നിങ്ങളിത് കണ്ടു നോക്കിയതിന് ശേഷം ലാലേട്ടൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറ. നമുക്കതൊന്ന് കാണാം. വളരെ സ്നേഹത്തോട് സ്വാമിയുടെ അടുത്ത് എന്ന് ഒരല്പം മാറിയിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാമായിരുന്നു എന്ന് പറയുന്ന ലാലേട്ടനെയല്ലേ? എന്നിട്ട് ഒന്ന് തടകിയിട്ടാണ് ലാലേട്ടൻ പോകുന്നത്. ഇതിനകത്ത് കുറ്റം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നവർ എന്താണ് ഇവരുടെയൊക്കെ മനസ്സിലെന്നോ ചിന്താഗതി എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനകത്ത് ഓരോരുത്തർ കുറിപ്പിട്ടിരിക്കുന്നു ലാലേട്ടനെ മോഹൻലാലാക്കിയത് സ്വാമിയല്ലേ, മര്യാദയായിട്ട് പെരുമാറാൻ പാടുണ്ടോ? ഇതിനകത്ത് എന്താ അപമര്യാദയായി പെരുമാറിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ചിലവരൊക്കെ നോക്കുന്നതിൻ്റെ ദൃഷ്ടി, പ്രത്യേകിച്ച് ലാലേട്ടൻ എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട്. നമ്മൾ പേരെടുത്തൊന്നും പറയുന്നില്ല. അവരുടെ സ്ഥിരം പരിപാടിയാണ്. അവർ കുറച്ച് വീഡിയോകൾ എഡിറ്റ് ചെയ്തുണ്ടാക്കുക, അവർ സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. മോഹൻലാൽ അങ്ങനെ ചെയ്തു, മോഹൻലാൽ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ടുള്ള ശീലമാണ്. മോഹൻലാലിനെ സംബന്ധിച്ച് ഇതൊന്നും സാധാരണ ശ്രദ്ധിക്കാറില്ല. സിനിമയിലെ പലരുടെയും അഭിപ്രായം കേൾക്കുമ്പം ഈ പഴയ ആൾക്കാരോട് ബഹുമാനപൂർവ്വം സംസാരിക്കുന്ന ലാലേട്ടൻ വളരെ സൗമ്യമായിട്ടും വളരെ ഇതായിട്ടും സംസാരിക്കുന്ന വ്യക്തി മോഹൻലാലാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ ലാലേട്ടനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദമായിട്ടാണ് എനിക്കിത് കാണാൻ പറ്റുന്നത്. എന്താടേ ഇത്? അദ്ദേഹത്തിൻ്റെ സിനിമ പറഞ്ഞ് പൊട്ടിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് അല്പം മനസ്സമാധാനം കിട്ടുന്നതെങ്കിൽ ആയിക്കൂ. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇത് വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ലാലേട്ടൻ ഇതിനകത്ത് എന്താ തെറ്റ് ചെയ്തത് എന്ന്. അപ്പം പരദൂഷണം പറഞ്ഞുണ്ടാക്കിക്കോട്ടെ. നമുക്ക് നമ്മുടെ കാര്യവുമായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.